നൂറിലെ നൂറൊഴുകുന്നു അമ്പിയ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിൻ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറ്റസ് വീഡിയോയാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് പ്ലെയർ സ്റ്റാറ്റസ് വീഡിയോയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടൈം വളരെ നമുക്ക് നേരെ എന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് ഓപ്പൺ ചെയ്യാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫുൾ സ്ക്രീൻ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പെൻസിലിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തിൽ റെസൊല്യൂഷൻ 1080 അതുപോലെ രണ്ടാമത്തേൽ 2340 കൊടുക്കുക. ഫ്രെയിം റേറ്റ് 60 FPS ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഫോട്ടോ ആഡ് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ. ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽ സ്ക്രീൻ ആയി കൊടുക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയിട്ട് ഒന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം ഒന്ന് മൂവ് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല HD പിക്ക് കൊണ്ടുവരിക. നമ്മുടെ ഒരു അസൂറിസ്ഥാൻ്റെ നമ്മുടെ ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 30 സെക്കൻഡ് ആക്കണം. അതിന് മുമ്പായിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. VR പോവുക, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 28 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് 28 സെക്കൻഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ലെയർ 28 സെക്കൻഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോയിൽ പോവുക. ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂവ് ആൻഡ് ട്രാൻസ്ഫറിൽ പോയിട്ട് ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ചെറുതായി കൊടുക്കുക. ഓക്കെ, നമുക്ക് മൂവ് ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്കൊരു ഷേപ്പ് ആഡ് ചെയ്യണം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, സ്ക്വയർ എടുക്കുക. എന്നിട്ട് എഡിറ്റ് ഷേപ്പിൽ പോയതിന് ശേഷം ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കുക, പരമാവധി. ഓക്കെ, ഒന്ന് മൂവ് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണം അനുസരിച്ചിട്ട് ഒന്നുകൂടെ ചെറുതായി കൊടുക്കാം. ഞാൻ ഈ ഒരു സൈസിൽ വെച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളർ ലാൻഡ് ഫില്ലിൽ പോയിട്ട് വൈറ്റ് ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് രണ്ടും ലാസ്റ്റ് വരെ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഈ 2 ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് വരെ പോകും. അതിന് ശേഷം താഴത്ത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടൈം കോഡ് ആഡ് ചെയ്യണം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ കൊടുക്കുക. ജസ്റ്റ് ടെക്സ്റ്റിൽ ഒന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, എഫക്റ്റിൽ പോവുക. ആഡ് എഫക്റ്റിൽ പോവുക. ടെക്സ്റ്റിൽ പോവുക. ടൈം കോഡ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇത് അവസാനം വരെ എത്തിക്കണം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് അവസാനം വരെ എത്തിയിട്ടുണ്ട്. 28-26 സെക്കൻഡ്. ഇതൊന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ചെടുക്കുക. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. എഡിറ്റ് ടെക്സ്റ്റിൽ പോവുക. ഗ്രേ കളർ മാറ്റിയിട്ട് വൈറ്റ് ആയി കൊടുക്കുക. ടിക്ക് കൊടുക്കുക. ഓക്കെ, ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓടുന്ന ടൈം കൂടെ ഇവിടെ വെച്ചെടുക്കുക. ശേഷം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഒന്ന് എഡിറ്റ് ചെയ്യാം. നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇത് 00 28-26 കൊടുക്കുക. ഓക്കെ, ആ ഒരു സൈസ് ഇതിലും കൊടുക്കുക. ഇതിൻ്റെ എഫക്റ്റിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവച്ച് കൊടുക്കാം. അപ്പോൾ ഈ മ്യൂസിക് പ്ലെയറിൻ്റെ എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സർക്കിളിൽ പോയിട്ട് ഇതിൻ്റെ കളർ വൈറ്റായി കൊടുക്കുക. ഓക്കെ, ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ചെറുതായി കൊടുക്കുക. 30-37 റേഞ്ചിൽ വെച്ചെടുക്കുക. എന്നിട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചെടുക്കാം. ഓക്കെ, നമുക്കിത് ലാസ്റ്റ് വരെ കൊണ്ടുപോകാം. ശേഷം ഇതിൽ പോയിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ലാസ്റ്റിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട്
ഇതിൻ്റെ എൻഡിങ് എവിടെ വേണ്ടി വെച്ചാൽ അവിടെ കൊണ്ടുപോയി ഇത് അവിടെ വെച്ചെടുക്കുക. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാറ്റസാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറെ വല്ല എഡിറ്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.